Hello, hi, welcome back to Anusree's Kitchen. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൈനാപ്പിൾ മയണൈസ് അപ്പറ്റൈസർ ആണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പറ്റൈസർ റെസിപ്പിയാണിത്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല, ഞാൻ നേരെ റെസിപ്പിയിലോട്ട് പോവാണ്. അപ്പോൾ അപ്പറ്റൈസർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഹോം മെയ്ഡ് മയണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതിന് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് വെള്ളം അങ്ങനെയൊന്നുമില്ല, ഒരു മുട്ട നേരെ ജാറിലേക്ക് ഒഴിച്ചു. ഇതൊരു 2 അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടു. ഇനി ഇത് 1 ടീസ്പൂൺ ലൈം ജ്യൂസാണ്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. പാകത്തിന് ഉപ്പ് വളരെ കുറച്ചിടുക, ഒരു പിഞ്ചിട്ടാൽ മതി, ഞാൻ പിഞ്ച് എടുത്തിട്ടുള്ളൂ. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഞാനൊരു സ്പൈസി റെഡിഷ് ആയിട്ടുള്ള ഒരു മയണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുത്തിപ്പൊടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റയടിക്കല്ല നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മൾ നോർമലി അടിക്കുന്ന പോലെയല്ല അടിക്കുന്നത്. നോർമലി നമ്മൾ മിക്സി യൂസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കല്ല അടിക്കുക, ഇത് ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നോക്കിയാൽ ഇപ്പോഴും ഒരു പരിവായിട്ടില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചുള്ളൂ, 1 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ചായി ഒഴിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം അത് ആ തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാനൊരു 6 ടേബിൾ സ്പൂൺ 6 ഇൻ്റർവൽ ടൈമിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തു. നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴുക ബാക്കി എന്ത് ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മയണൈസ് അപ്പറ്റൈസറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു 4 പീസ് പൈനാപ്പിൾ എടുത്ത് കഷ്ണങ്ങളാക്കി. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇതൊരു 3 തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് മുട്ട പുഴുങ്ങിയതാണിത്, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പാകത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഞാൻ ആ കളർ റെഡിഷ് ആവാൻ വേണ്ടിയിട്ടാണ് കുത്തിപ്പൊടിച്ച മുളക് ഇട്ടത്. അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ കളർ മയണൈസ് കിട്ടും. ഈ ഒരു മയണൈസ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അത് മയണൈസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പീസ് പൈനാപ്പിളെല്ലാം എടുത്തുള്ളൂ, അപ്പോൾ അത് മതി. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, ഒരു ഓപ്ഷണലാണ്, ട്യൂട്ടി ഫ്രൂട്ടിയാണിത്. അത് 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇടണ്ടെന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളുടെ ഒരു ഭാഗം ക്ലിയറായി. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 4 പീസ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ സ്ലൈസസ് ആണ്. എന്നിട്ട് ഞാൻ സെൻറ്റർ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഈ പൈനാപ്പിളിൻ്റെ ഒരു മിക്സ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, ഇതിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക്. അപ്പോൾ ഇത് 2 സൈഡിലേക്ക് ആവാതെ നോക്കണം, കാരണം നമ്മളിത് സിംഗിളായിട്ട് എടുക്കുന്നതാണ്. ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ഒരുമിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ വെച്ചു. ഇനി പൈനാപ്പിൾ ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഒരു 2 പൈനാപ്പിൾ പീസസ് എടുത്തിട്ടാണ് കഷ്ണാക്കിയത്. എന്നിട്ടൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഞാൻ അതിൽ നിന്നൊരു 2 പീസ് എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മയണൈസ് ഒന്നെങ്കിൽ മയണൈസിൽ ഡിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ അതേപോലെ സ്പ്രെഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കണ്ടല്ലോ, ഇത് ഓരോ പീസിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, വീഴലോ പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ എല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ മയണൈസ് അപ്പറ്റൈസർ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പറ്റൈസർ ആണല്ലോ ഇത്. അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഈ ഒരു ലുക്കിൽ വെച്ച് കൊടുത്താൽ കുറച്ച് സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സൊക്കെ തരിക, കമൻസൊക്കെ തരിക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇനി കാണാൻ പറ്റുള്ളൂ. ഇനിയുള്ള എൻ്റെ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയൊന്നുമില്ല. ഓക്കെ, ബൈ, താങ്ക് യു.